പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നയാളാണെങ്കിൽ എന്തുകൊണ്ട് മുത്തലാഖിനെ അതിനെ നിരോധിക്കാനുള്ള നിയമത്തെ രാഹുൽ എതിർത്തു എന്നുള്ള ചോദ്യം. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് വേണ്ട ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യങ്ങളും പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും ഒരേ വ്യക്തി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ രാഹുലിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർ ആലോചിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സാക്ഷിമൊഴിക്ക് പുരുഷന്റേതിന്റെ പകുതി മാത്രം വില എന്ന് പറഞ്ഞ മതഗ്രന്ഥത്തെ പറ്റി രാഹുലിന്റെ അഭിപ്രായം എന്താണെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. എന്താണ് ഈ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്ന സ്ത്രീകളെ പറ്റിയുള്ള രാഹുലിന്റെ അഭിപ്രായം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ രാഹുൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏകപക്ഷീയമായി ഒരു ധർമ്മത്തെ മാത്രം ആക്രമിക്കുമ്പോൾ അത് ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ചില ജിഹാദി ഇടത് എക്കോസിസ്റ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും അത് രാഹുൽ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം മനുസ്മൃതിയാണെന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ എതിർക്കുകയും വേണം. അതിൽ ശരിയല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ എതിർക്കണം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കാലഘട്ടത്തിന് ചേരുമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുകയും വേണം. എന്തായാലും രാഹുൽ മനസ്സിലാക്കേണ്ടത് ഹിന്ദുധർമ്മം അത് ഒരേ സമയം ചിരപുരാതനവും ആധുനികവുമായി നിലനിൽക്കുന്നു. സ്വയം നവീകരണത്തിന് ആയിക്കൊണ്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവത്തിന് എന്തെങ്കിലും ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലപാടും അതിനുമില്ല. ശരി പ്രജിത്ത്, ഗൗതം, വിവരക്കേടാണോ അറിവില്ലായ്മയാണോ അത് ബോധപൂർവം നടത്തുന്നതാണോ രാഹുൽ എന്നത് എനിക്ക് വ്യക്തമല്ല. ഒരു ഹിന്ദു വിശ്വാസിയല്ല രാഹുൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹൈന്ദവ വിശ്വാസത്തെക്കുറിച്ച് ഒരു ആധികാരികമായ അഭിപ്രായം എന്തിനു പറയുന്നു എന്നുള്ളത് ആണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഗൗതം, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? രഞ്ജിത്തേട്ട, ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്കകത്ത് ഇതിൽ രണ്ടുമുണ്ട്. ഒന്ന്, വളരെ ബോധപൂർവമായിട്ട് ആളുകൾക്കിടയിൽ ഒരു ഹിന്ദു വിരുദ്ധ ക്യാമ്പയിൻ, ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ്, ഇടതുപക്ഷം, അത് കോൺഗ്രസിനെക്കാട്ടിൽ കൂടുതൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് അത് ചെയ്തേക്കുന്നത്. കോൺഗ്രസ് പിന്നീട് അതിൻ്റെ ഭാഗമായി വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അത് ചെയ്തതാണ്. അപ്പോൾ അത് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ ബോധ്യമില്ലായ്മയും ബോധപൂർവം ചെയ്യുന്നത് രണ്ടുമുണ്ട്. ഇതിൽ രാഹുലിൻ്റേത് ബോധ്യമില്ലായ്മ ആവാൻ സാധ്യതയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ അതേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മനുസ്മൃതി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ നിയമം, അതോടൊപ്പം തന്നെ ശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങി ആ കാലഘട്ടത്തിന് അനുയോജ്യമെന്ന് അന്ന് ആ മുനിമാർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ള അപ്ഡേഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ മനുസ്മൃതിയിൽ തന്നെ ആ സ്ത്രീയെ ആരാധിക്കണമെന്ന് പറയുന്ന പല ഭാഗങ്ങളുണ്ട്. അതേപ്പറ്റി ഇവിടെ ആരും തന്നെ സംസാരിക്കാറില്ല. ഇപ്പം ഉദാഹരണത്തിന്, എത്ര നാര്യന്തു പൂജ്യേന്തു രമതോ തന്ത്ര ദേവത, അതായത് ഇതിൻ്റെ അർത്ഥം പറയുന്നത് എവിടെയാണോ ആ നാരീ പൂജ നടക്കുന്നത് അവിടെ ഈശ്വരൻ്റെ വിളയാട്ടം ഉണ്ടാകും എന്ന് പറയുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ് ഈ പറയുന്ന മനുസ്മൃതിയിലെ തന്നെയാണ്. നമ്മളിത് എങ്ങും കേട്ടിട്ടില്ല, അതിനെപ്പറ്റി ഒരു പരാമർശം നടക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് അർഹയല്ല എന്ന് പറയുന്ന ഒരു ടേം എടുത്തുകൊണ്ട് മനുസ്മൃതി മുഴുവൻ മോശമാണ് എന്ന ക്യാമ്പയിൻ അത് നേരത്തെ ഉണ്ട്. രാഹുൽ അത് ഇപ്പം ആവശ്യത്തിന് ഏതോ സ്ഥലത്തെടുത്ത് പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ സ്മൃതി എന്ന് തന്നെ വിളിക്കുന്നത്. കാരണം ഓർമ്മ എന്നതാണ് ഇതിൻ്റെത്. അത് ഒരിക്കലും എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്നതല്ല. അങ്ങനെ 18 സ്മൃതികൾ ഉണ്ടായിട്ടുണ്ട്. മനുസ്മൃതിക്ക് ശേഷം യാജ്ഞവൽക്യ സ്മൃതി ഉണ്ടായിട്ടുണ്ട്, പരാശര സ്മൃതി ഉണ്ടായിട്ടുണ്ട്, 4ാമത് നാരദ സ്മൃതിയുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായി 18ാമത് ഹാരിത സ്മൃതി വരുന്നുണ്ട്. അപ്പോൾ ഈ ഹാരിത സ്മൃതിയിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ഇവർ വാദിക്കുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതേപ്പറ്റി ഒന്നും ഒരു തരത്തിലുമുള്ള പരാമർശങ്ങൾ നടത്താതെ, അപ്പോൾ ഇതൊരു അല്പജ്ഞാനത്തിൻ്റെ പ്രശ്നം ഇതിനകത്ത് വളരെ കൂടുതലാണ്. ഇതിൽ ആരോ എന്തോ പറഞ്ഞു, ഏതോ ഒരു ഭാഗം എടുത്തു. അതായത് ഇത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ അംബേദ്കർ സ്മൃതി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭരണഘടനയെ നമുക്ക് വിളിക്കാം. കാരണം എന്താ, ഭരണഘടനാ ഭേദഗതിയുണ്ട്. ഭരണഘടന എഴുതി വെച്ചേക്കുന്ന അതേ കാര്യങ്ങളല്ല, അതിനകത്ത് അപ്ഡേഷൻ വരുന്നില്ലേ. അത് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് അതിനകത്ത് അപ്ഡേഷൻ വരും. അതിനകത്ത് ചില കാര്യങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്മൃതി എന്ന് പറയുന്നത്. അതായത് ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ യോജിച്ച കാര്യങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടാകാം, അത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ ഹിന്ദു ധർമ്മം തകരാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കാലോചിതമായ പരിഷ്കാരമാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ ചെയ്തത് ശരിയും പിന്നീട് അത് തെറ്റുമാണെന്നുള്ള ഡിസ്കഷനുകളും ചർച്ചകളും ഉണ്ടാകുമ്പോൾ അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അത് യോജിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യും. അതുകൊണ്ടാണ് ഈ സംസ്കാരം ഇത്രയും കാലഘട്ടം നിലനിന്നത്. മറ്റ് സംസ്കാരങ്ങളൊക്കെ ഓർമ്മയായിട്ടും ഇത്രയും അധിനിവേശങ്ങൾ ഈ രാജ്യത്തേക്ക് വന്നിട്ടും ഈ ധർമ്മം ഇവിടെ നിലനിൽക്കുന്നത് ഇത് അപ്ഡേഷൻസിന് വിധേയമാക്കപ്പെടുന്നതാണ്. അപ്പോൾ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മനുസ്മൃതിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന വാദവും അതിലെഴുതിയേക്കുന്നത് എല്ലാം അതിട്ട് കത്തിക്കേണ്ടതാണെന്ന വാദവും എനിക്കില്ല. അങ്ങനെ കത്തിച്ച് കളയേണ്ട സാധനമൊന്നുമില്ല. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഈ 18 സ്മൃതികൾക്ക് ശേഷം ഏറ്റവും അവസാനം വന്ന സ്മൃതിക്കകത്ത് ഈ പറയുന്ന വാദങ്ങൾ, അതിനെപ്പറ്റിയും രാഹുൽ ഗാന്ധിക്കും അല്ലെ ഇടതുപക്ഷ ചരിത്രകാരന്മാർക്കും ഈ വാദമുണ്ടോ എന്ന ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ സ്മൃതികളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു വിരുദ്ധ എക്കോസിസ്റ്റം രൂപപ്പെടുത്തുക, അതിലൂടെ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇതിപ്പം മനുസ്മൃതിയുടെ കേസ് മാത്രമല്ല, ഇനിയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച വിനായക ദാമോദർ സവർക്കറെ പറ്റി ഈ രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും ഇവർ ചെയ്യുന്നത് സംഘടിതമായിട്ടുള്ള ചില മതവിഭാഗങ്ങളുടെ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനുവേണ്ടി ഇപ്പോൾ മനുസ്മൃതിയെയും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ വിമർശിച്ചിരിക്കുന്നു. ഒരു ചോദ്യം കൂടി, അതായത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്ന രാഹുൽ ഗാന്ധി മറ്റ് ഇതര മതങ്ങളുടെ ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിതയോ അവരുടെ വിശ്വാസത്തെയോ തൊടാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനോ തയ്യാറാകുന്നില്ല? അത് രഞ്ജിത്തേട്ട്, അത് രാഹുലിനെ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അത് ആരും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണകാലത്ത് എന്താ പറയുന്നത്, മുസ്ലിം സംവിധാനങ്ങൾക്കെതിരെ എന്തെങ്കിലും ഇതുണ്ട്. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരുന്ന സമയത്ത് തന്നെ നമ്മൾ പലതവണ ഈ ചോദിച്ചിട്ടുള്ളതാണ്, മുസ്ലിം ദേവാലയങ്ങൾക്കകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ. അതേപ്പറ്റി ചോദിക്കുന്ന ഉടനെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ ഉൾപ്പെടെയുള്ളവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ശബരിമല യുവതീ പ്രവേശനവും മറ്റേതും തമ്മിൽ താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല. ശബരിമലയുടേത് ഒരു ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് യുവതികൾക്ക് മാത്രമാണ് അവിടെ നിയന്ത്രണമുള്ളത്. മുസ്ലിങ്ങൾക്ക് പള്ളികളിൽ കയറാനേ പറ്റില്ലല്ലോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അതേപ്പറ്റി ഒന്ന് രഞ്ജിതേട്ടൻ അവരൊന്ന് ചോദിച്ചു നോക്കി CPM നേതാക്കളോട്, അവർക്ക് ഉത്തരവില്ലല്ലോ. അപ്പൊ നമ്മളെന്തിനാ പാവം രാഹുൽ ഗാന്ധിയെ മാത്രം പറയുന്നു? തീർച്ചയായിട്ടും. റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം മടങ്ങിയത്. ഗോപൂർണ്ണ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ലക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി നേടൂ. 25 കാറുകൾ, 100 വീതം ഗോൾഡ് കോയിനുകൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ, സിൽവർ കോയിനുകൾ, കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകൾ, ക്യാഷ് ബാക്ക് അപ് ടു 30,000, 000 EMI സ്കീം, ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ജിമാർട്ട് അത്തം പത്തോണം ലാഖ്പതി ഓഫറിലൂടെ ദിവസവും ഓരോ ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ഗോപൂർണ്ണ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഹലോ സാർ, കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നായിരുന്നു. സാറിന്റെ കാർ ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്. സാറിന്റെ ആനിവേഴ്സറി ഡേറ്റിൽ തന്നെ കാർ ഡെലിവറി ചെയ്തു. കേരള ഗ്രാമീണ ബാങ്ക്, കേരളത്തിന്റെ സ്വന്തം ബാങ്ക്. ഫ്ലോറ ഫാന്റസിയ വളാഞ്ചേരി, ഒരു പുതിയ തീം പാർക്ക് അനുഭവം. ഈ ഓണം കൂളായാൽ പോരാ, സൂപ്പർ കൂൾ ആവണം. ഏറ്റവും മികച്ച AC ബ്രാൻഡുകളുടെ കൂൾ കളക്ഷൻ, ബ്രാൻഡ് ഓഫറുകൾ, സൂപ്പർ EMI ഓപ്ഷനുകൾ, പിന്നെ മൈജിയുടെ സൂപ്പർ കൂൾ ഓഫറുകളും, ഒപ്പം 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മൈജി ഓണം മാസോണം. ശുദ്ധമായ പശുവിൻ പാലിൽ നിന്നും ഗുണമേന്മ ഒട്ടും ചോരാതെ നാടനുരുളിയും തയ്യാർ ചെയ്ത പാരമ്പര്യത്തിന്റെ തനിമയും പോഷക ഗുണങ്ങളും നിറഞ്ഞ ആത്മീയം പശുവിൻ നറുനെയ്യ്.